ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണവുമായി സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിയും സരിതയുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ട്. ബിജു രാധാകൃഷ്ണന്റെ ആരോപണം സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴിയിൽ. ഉമ്മൻചാണ്ടിക്ക് 5.5 കോടി കോഴ നൽകിയെന്നും ആരോപണം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് CPM. പോലീസ് സേനയിൽ പൊട്ടിത്തെറി. സ്ഥാനമാറ്റ വിഷയത്തിൽ സർക്കാരിനെതിരെ DGP ലോക്നാഥ് ബെഹ്റയുടെ ഭീഷണി. ഉത്തരവ് റദ്ദാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. IPS ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയോട് DGPമാർ. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണവുമായി ബിജു രാധാകൃഷ്ണൻ. സോളാർ കമ്മീഷന് മുമ്പാകെയാണ് ബിജു രാധാകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് താൻ പലതവണയായി 5.5 കോടി രൂപ നൽകിയതായും ബിജു മൊഴി നൽകി. മുഖ്യമന്ത്രിയടക്കം 6 പേർ സരിത എസ് നായരെ ശാരീരികമായി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ടെന്നാണ് ബിജു രാധാകൃഷ്ണൻ അവകാശപ്പെട്ടത്. സരിത അറസ്റ്റിലായ ശേഷം ഒളിവിലായിരുന്ന താൻ ഇക്കാലത്ത് മുഖ്യമന്ത്രിയെ കണ്ടു. കോയമ്പത്തൂരിൽ നിന്ന് മധുര, നാഗർകോവിൽ വഴി തിരുവനന്തപുരത്തെത്തി ക്ലിഫ് ഹൌസിൽ വെച്ചാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. മറ്റ് 5 പേരുടെ ദൃശ്യങ്ങൾ അന്ന് മുഖ്യമന്ത്രിക്ക് കാണിച്ചു കൊടുത്തിരുന്നു. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, AP അനിൽകുമാർ, ഹൈബി ഈഡൻ MLA, ആര്യാടൻ ഷൗക്കത്ത്, അനിൽകുമാറിന്റെ PA നസറുള്ള എന്നിവരാണ് മറ്റ് 5 പേർ. തന്റെ കയ്യിലുള്ള ദൃശ്യങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും ബിജു പറഞ്ഞു. ടീം സോളാറിന്റെ വളർച്ചയിലും തളർച്ചയിലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്. പാലക്കാട് കിൻഫ്ര പാർക്കിൽ 70 ഏക്കറിൽ സോളാർ കമ്പനിയും ഇടുക്കി കൈലാസപ്പാറയിൽ വിൻമില്ലും സ്ഥാപിക്കാനായിരുന്നു തീരുമാനം. ലാഭത്തിന്റെ 40% മുഖ്യമന്ത്രിക്ക് നൽകാനും മകനെ കമ്പനികളിൽ പങ്കാളിയാക്കാനും ധാരണയായിരുന്നു. വിവിധ സമയങ്ങളിലായി 5 കോടി 5 ലക്ഷം രൂപ നേരിട്ടും ജോപ്പൻ, ജിക്കുമോൻ എന്നിവർ വഴി 40 ലക്ഷം രൂപയും കൈമാറി. പുതുപ്പള്ളിയിലെയും തിരുവനന്തപുരത്തെയും വസതികൾ, എറണാകുളം ഗസ്റ്റ് ഹൌസ്, തൃശൂർ രാമനിലയം എന്നിവിടങ്ങളിൽ വെച്ചാണ് തുക കൈമാറിയത്. ഇതിൽ 1.5 കോടി രൂപ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വിളിച്ചുവരുത്തി ആവശ്യപ്പെടുകയായിരുന്നു. സലീം രാജുമായുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ തീർക്കാനാണ് ഈ തുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അറസ്റ്റിലായ ശേഷവും കോട്ടയം സ്വദേശി തോമസ് കൊണ്ടോടി എന്നയാൾ വഴി മുഖ്യമന്ത്രി ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. അറസ്റ്റിലായാലും സംരക്ഷിച്ചുകൊള്ളാമെന്ന വാഗ്ദാനം മുഖ്യമന്ത്രി നൽകിയിരുന്നതായും ബിജു മൊഴി നൽകി. ഇർഷാദ് പടന്ന, മീഡിയ 1, കൊച്ചി. സോളാർ കമ്മീഷന് മുമ്പാകെ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് സോളാർ കമ്മീഷന് തെളിവ് നൽകി പുറത്തിറങ്ങിയ ബിജു രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തെളിവുകൾ കയ്യിലുണ്ട്. ഒളിവിലായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടത് ക്ലിഫ് ഹൌസിൽ വെച്ചാണെന്നും ബിജു രാധാകൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു. ഈ പറയുന്ന ദൃശ്യങ്ങൾ തന്നെയാണോ? പറഞ്ഞ ദൃശ്യങ്ങൾ തന്നെയാണ്. നാളെ എന്റെ അഡ്വക്കേറ്റ് ഹസ്കർ വരുന്നുണ്ട്, മോഹൻകുമാർ സാർ. അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ PM മനോജ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ A. ഷുക്കൂർ ആലപ്പുഴ സ്റ്റുഡിയോയിൽ, ശ്രീ VV രാജേഷ് BJP നേതാവ്, അദ്ദേഹവും തിരുവനന്തപുരത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ A. ഷുക്കൂർ, എന്താണ് പ്രതികരണം? 5.5 കോടി വാങ്ങി എന്ന് മാത്രമല്ല അതിഗുരുതരമായ ലൈംഗിക ആരോപണവുമുണ്ട് ബിജു രാധാകൃഷ്ണൻ ഉന്നയിച്ചതായിട്ട്. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ഈ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് നിയമിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പാകെ കൊലക്കേസിലെ പ്രതി കൂടിയായ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ്റെ ആരോപണങ്ങളാണ്. ഏതായാലും ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പാകെയാണല്ലോ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജുഡീഷ്യൽ കമ്മീഷൻ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. ഏതായാലും ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരാൻ പോകുന്ന 4 മാസം കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിലേക്ക് വരുന്ന സമയം ഇത്തരത്തിൽ തെരഞ്ഞെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിന് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകും. ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഇടക്കാല റിപ്പോർട്ടോ അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ടോ ഏതായാലും ഇത് സംബന്ധിച്ചൊന്നും പുറത്തു വരണമല്ലോ. ഏതായാലും അത് പുറത്തു വരട്ടെ. അത് സംബന്ധിച്ചുള്ള ഇപ്പോൾ എന്ത് വിശ്വാസ്യതയാണ് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ കേസിലെ പ്രതി, തട്ടിപ്പ് കേസിലെ പ്രതി സ്വന്തം ഭാര്യയെ കൊല ചെയ്ത് മകളുടെ മുന്നിൽ വെച്ച്, കൊച്ചുമകളുടെ മുന്നിൽ വെച്ച് കൊല ചെയ്ത് ആ കൊലക്കേസ് പ്രതിയായിരിക്കുന്ന ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ ഇതൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും. തിരിച്ചു വരാം. ശ്രീ PM മനോജ്, അവിശ്വസനീയത ഉണ്ട്. ആരോപണം ഉന്നയിക്കുന്നയാൾ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നയാളാണ്. വലിയ തട്ടിപ്പ് നടത്തിയ ആളുമാണ്. നമുക്ക് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ ലൈംഗിക ആരോപണം മാറ്റിവെച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ചുള്ള
ചർച്ചകളിലേക്ക് മാത്രം പോയാൽ മതിയോ? അല്ല, സനീഷ് പറഞ്ഞ ശരിയാണ്. മുഖ്യമന്ത്രിക്കെതിരായ ലൈംഗിക ആരോപണം പരസ്യമായി ഉന്നയിക്കപ്പെട്ടു എന്നത് മാത്രമാണ് ഇതിലിപ്പോൾ ഒരു പുതുമ. അല്ലാതെ ബാക്കി എല്ലാ ആരോപണങ്ങളും തെളിവുകളും കഴിഞ്ഞ കുറേ കാലമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിലുള്ളതാണ്. നമ്മുടെ നേരത്തെയുള്ള ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പെൻഡ്രൈവ്, പുതുപ്പള്ളിക്കാരൻ്റെ കുടുംബത്തെ തകർക്കുന്ന പെൻഡ്രൈവ് എൻ്റെ കയ്യിലുണ്ട് എന്ന അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് തോമസ് ഡൊമിനിക് നമ്മുടെ എറണാകുളത്തെ MLA ഡൊമിനിക് പ്രസന്റേഷൻ, അദ്ദേഹം വലിയ തോതിൽ ബഹളമുണ്ടാക്കിയ ഒരു ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയ കഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ബിജു രാധാകൃഷ്ണൻ എന്ന ആള്, അദ്ദേഹവുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട്. 1.5 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അത് കുടുംബകാര്യമാണ് ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് സരിതയുമായി ബന്ധമുണ്ട്. സരിതയെ അറിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പൊതുചടങ്ങിൽ സരിതയുമായി സ്വകാര്യം പറയുന്നതിൻ്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള ആളുകളായിരുന്നല്ലോ ജിക്കുമോൻ, ജോപ്പൻ, അവരിപ്പോൾ എവിടെയാ? അവരിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കൂടെ ഇല്ല. ജോപ്പൻ കുറേ കാലം ജയിലിലായിരുന്നു. സന്തത സഹചാരി, കൊട ചൂടിക്കൊടുക്കുന്നവൻ, ഫോൺ എടുത്തു കൊടുക്കുന്നവൻ ജയിലിലായിരുന്നു. ഇപ്പോൾ രഹസ്യമായിട്ട് എവിടെയോ ഉണ്ട്. എന്തിനാ? ഈ സരിതയിൽ നിന്ന് ഉമ്മ വാങ്ങിയ ആളാണ് ഇദ്ദേഹം. പുറത്ത് വന്ന വാർത്തയാണ്. അപ്പോൾ ഇതിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കൃത്യമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ നശിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും വിജയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഷുക്കൂർ പറഞ്ഞല്ലോ, അങ്ങ് ഗവൺമെൻറ് നിയോഗിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്ന്, ഗവൺമെൻറ് അങ്ങ് സ്വയം തോന്നി അന്വേഷിച്ച് സത്യം കണ്ടുവരട്ടെ, പുറത്തു കൊണ്ടുവരട്ടെ എന്ന് കരുതി അങ്ങ് ഉദാര മനസ്കതയോടെ നിയോഗിച്ച കമ്മീഷനൊന്നുമല്ല. നാട്ടുകാർ സമരം ചെയ്ത് ഗവൺമെൻറ്റിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ അന്വേഷണം പ്രഖ്യാപിപ്പിച്ചതാണ്. അറിയാലോ നമുക്ക്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ ഈ കമ്മീഷന്റെ മുമ്പാകെ ബിജു രമേശ് വന്ന് പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞത് വാർത്തയായി, പരസ്യമായി പറഞ്ഞത്. ഇതിനു മുമ്പ് സരിത ഒരു കത്തെഴുതിയിരുന്നു, 21 പേജുള്ള കത്ത്. ആ കത്ത് കാണാനില്ല. അത് 3 പേജായി അങ്ങനെ മുക്കി. അപ്പോൾ കോടതിയിൽ ചെന്ന് രഹസ്യമായി മൊഴി കൊടുക്കാമെന്ന് പറഞ്ഞ സരിതയെ പിന്തിരിപ്പിച്ച മൊഴി എടുക്കാതിരുന്ന ജഡ്ജി രാജുവിനെ നിയമ സെക്രട്ടറിയായിട്ട് ബന്ധം. അത് വേറെ കഥ. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇത് ഒതുക്കി വെക്കാനും അടക്കി വെക്കാനും ശ്രമിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ബിജു രാധാകൃഷ്ണന് എന്തായാലും ഇനിയൊന്നും കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയിൽ നിന്നാണ് കിട്ടേണ്ടത്. സഹായം വേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ആ സഹായം കൊടുക്കാനാണ് കഴിഞ്ഞ ജയിലിൽ കഴിയുന്ന 20 തവണയാണ് 6:15 ജയിലിൽ സെല്ലടക്കും. ആ സെല്ലടച്ചു കഴിഞ്ഞാൽ ബിജു രാധാകൃഷ്ണനെ മാത്രം വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകാണ് സൂപ്രണ്ടിൻ്റെ അടുത്ത്. 20 തവണ ഇവർ തമ്മിൽ ചർച്ച നടത്തി. എന്താ? മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയരുത്, മുഖ്യമന്ത്രിക്കെതിരായ തെളിവ് പറയരുത്. അത് മൊഴി ഈ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുക്കുന്നത് തടയാനടക്കം എത്ര തവണ ശ്രമം നടന്നു? എന്തുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ജയിൽ DGP ഇപ്പം മാറ്റപ്പെട്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഷുക്കൂറിന് ഇപ്പം വാദിച്ച് ജയിക്കാം. അദ്ദേഹം നല്ലൊരു വാദിക്കാൻ പറ്റുന്ന ആളാണ്. പക്ഷെ എത്ര വാദിച്ചാലും നമ്മൾ ആരോടായി പറയേണ്ടത്? ഇതൊക്കെ കാണുന്ന ജനങ്ങളല്ലേ. ഈ ജനങ്ങളോട് മുഖ്യമന്ത്രി, എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത സങ്കടമാണ് തോന്നിയത്. വീട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചല്ലേ ഇത് പറയുന്നത്? എന്താ കഥ? കേരളത്തിലും ഇന്ത്യയിലും ഇതുവരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഇത് വിശ്വസിക്കാതിരിക്കാൻ എന്തെങ്കിലും ന്യായമുണ്ടോ? മുതൽ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വന്നില്ലേ? ഒരു നിമിഷം തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഷുക്കൂർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ VV രാജേഷ്, താങ്കൾ എങ്ങനെയാണ് ഇന്നുണ്ടായ സംഭവ വികാസങ്ങളെ കാണുന്നത്? അതീവ ഗുരുതരമാണ്. കേരളം അവിശ്വസനീയമാം വിധത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങൾ. സനീഷ്, ഈ ചർച്ച പങ്കെടുക്കുന്ന തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നു, ഇതിന്റെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചും നിയമലംഘനങ്ങളെ കുറിച്ചും മാത്രം, അതിലപ്പുറം ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള മീഡിയ വൺ ചാനൽ പോലുള്ള ഒരു ചാനലിൽ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ചർച്ച ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. കാരണം സമാനതകളില്ലാത്ത, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുമായ ആരോപണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോലും മടിക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രമക്കേടുകളും നിയമലംഘനങ്ങളുടെയും ഭാഗം മാത്രമേ ഞാൻ സ്പർശിക്കുകയുള്ളൂ. അത് മറ്റുള്ള ആരോപണങ്ങൾ കഴമ്പില്ലാത്തതുകൊണ്ടല്ല, ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതുകൊണ്ട്, മാന്യത അനുവദിക്കാത്തതുകൊണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് 4 മാസം കൂടി അധികാരത്തിൽ കടിച്ചു താങ്ങാതെ രാജിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബഹുമാനപ്പെട്ട ശ്രീ A ഷുക്കൂർ അവർ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു കൊലക്കേസ് പ്രതി, ഭാര്യയെ കൊന്ന കേസിലെ പ്രതി, ആ പ്രതി ജയിലിൽ കിടന്നുകൊണ്ട് പറയുന്നത് എങ്ങനെയാ വിശ്വസിക്കുന്നത്? അവിടെ നിന്ന് ഞാൻ തുടങ്ങാം. സർ,
ഒരു കൊലക്കേസ് പ്രതിക്ക് 3.5 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്കെതിരെ, ഒരു കൂട്ടുപ്രതിക്കെതിരെ എന്ന പോലെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ധൈര്യം എങ്ങനെയാ വരുന്നത്? 4-5 MLA-മാർക്കെതിരെ, ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ, ഒരു മുൻ കേരളത്തിലെ മന്ത്രിക്കെതിരെ പെറ്റി ആരോപണങ്ങൾ, കൂട്ടുപ്രതികളെ പോലെ, മോഷണക്കേസ് പ്രതികളെ പോലെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ എങ്ങനെയാ സാധിക്കുന്നത്? മറ്റൊന്ന്, താങ്കൾ പറഞ്ഞ ഭാര്യയെ കൊന്ന കേസിലെ പിടികിട്ടാപ്പുള്ളി വാറണ്ട് പ്രതി, ആ പ്രതി എങ്ങനെയാ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ആഭ്യന്തരത്തിന്റെ കൂടി ചാർജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിക്ക്, അല്ലെങ്കിൽ ഇല്ലായിരിക്കും. കേരള മുഖ്യമന്ത്രി എങ്ങനെയാ ഒരു പിടികിട്ടാപ്പുള്ളി 1.5 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തുന്നത്? കേരള മുഖ്യമന്ത്രിയുടെ വീട്ടിലെങ്ങനെയാ ഒരു കൊലക്കേസ് പ്രതി പിടിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയതല്ല, ഒളിവിൽ നടക്കുന്ന പ്രതി ക്ലിഫ് ഹൗസിൽ പോയി ചെന്ന് ചർച്ച നടത്തുന്നത്? അതിനുകൂടി താങ്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ വാദത്തിന് റെലവൻസ് ഉണ്ട് എന്ന് ഞാൻ പറയാം. ഇവിടെയാണ് നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു അവസരം. അതായത് ബിജു രാധാകൃഷ്ണനെ ഒരു അധികാരം സ്ഥാപിച്ചുകൊണ്ട് ഏതു സമയവും കടന്നു ചെല്ലാൻ, കൊലക്കേസ് പ്രതിയായ ബിജു രാധാകൃഷ്ണൻ കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയിൽ ഉണ്ട് എങ്കിൽ ആ സ്വാതന്ത്ര്യം സ്ഥാപിക്കപ്പെട്ടത് ഒന്നുകിൽ ബിജു രാധാകൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ല എങ്കിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളിലൂടെ ആയിരിക്കാം. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ മകനെ ടീം സോളാറിൽ ഡയറക്ടർ ബോർഡ് മെമ്പറാക്കണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്ന ആരോപണത്തിന് പ്രസക്തി കൂടുന്നത്. 5.5 കോടി രൂപ ബിജു രാധാകൃഷ്ണൻ അല്ലെങ്കിൽ സരിതാ നായർ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്ന ആരോപണത്തിന് പ്രസക്തി കൂടുന്നത്. അവിടെയാണ് കേന്ദ്ര ഊർജ്ജ വകുപ്പിന്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടി KC വേണുഗോപാലിന് 2 പ്രാവശ്യമായി 35 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്ന ആരോപണത്തിന് പ്രസക്തിയേറുന്നത്. അവിടെയാണ് KB ഗണേഷ് കുമാറിന് 40 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള ആരോപണത്തിന് പ്രസക്തിയേറുന്നത്. CMS കോളേജിലും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലും സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഹൈബി ഈഡൻ MLA സഹായിച്ചു എന്ന് ബിജു രാധാകൃഷ്ണൻ പറയുന്നത് പ്രസക്തിയേറുന്നത്. ഒരു നിമിഷം ശ്രീ വി രാജേഷ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വി രാജേഷ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി സരിത എസ് നായർ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി സരിത, ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ബിജു രാധാകൃഷ്ണൻ ഉയർത്തിയ ആരോപണത്തെ താങ്കൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതിനകം. അത് മാറ്റിവെക്കൂ. ഈ ബിജു രാധാകൃഷ്ണൻ 5.5 കോടി രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടല്ലോ. സോളാർ കമ്മീഷന് മുമ്പാകെ ആ തെളിവ് അദ്ദേഹം ആ മൊഴി കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും കൂട്ടുചേർന്നാണ് ആ കമ്പനി നടത്തിയിരുന്നത്, ഈ തട്ടിപ്പ് നടത്തിയത്. അതുകൊണ്ട് ആ പണം കൈമാറി മുഖ്യമന്ത്രിക്ക് എന്ന ബിജു രാധാകൃഷ്ണന്റെ ആരോപണം ശരിയായതാണോ? ഒറ്റ മിനിറ്റ്, ഇതിനുള്ള തുടർന്ന് ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. എനിക്ക് കമ്മീഷനിൽ 7-ാം തീയതി പോകേണ്ടതുണ്ട്. കമ്മീഷനിൽ വെച്ച് വസ്തുതാപരമായ കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. അല്ലാതെ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ ഇതിനെ കൗണ്ടർ പറയുന്നതോ അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതോ എന്റെ ജോലിയല്ല. എന്റെ പേഴ്സണലായിട്ട് എന്നെ അലിഗേറ്റ് ചെയ്തുള്ള വിഷയത്തിനകത്ത് ഞാൻ നേരത്തെ മറുപടി തന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് ആൻസർ പറയാം. അതിലാണെങ്കിൽ ശ്രീമതി സരിത, എന്റെ ചോദ്യം ഇതാണ്. അതായത് മുഖ്യമന്ത്രിയുമായുള്ള ആരോപണങ്ങളെ തള്ളിക്കളയുന്നു. മറ്റ് 5 പേരുണ്ടല്ലോ, മറ്റ് 5 പേരുടെ CD ഞാൻ കാണിച്ചു. ഉൾപ്പെടെ തന്നെയാണ് ഞാൻ തള്ളിക്കളഞ്ഞത്. അയാൾ അതിനോട് ചേർന്ന് അലിഗേറ്റ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതായത് ആ അലിഗേഷനോട് ചേർത്ത് വായിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ചേർത്ത് തള്ളി തന്നെയാണ് സംസാരിച്ചത്. എനിക്ക് CD എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റി എനിക്ക് പറയേണ്ട കൂടെ ആവശ്യമില്ല. ഇല്ലാത്തൊരു വിഷയത്തെ പറ്റി ഞാൻ ചർച്ച ചെയ്യാനിരിക്കുന്ന ഞാൻ തന്നെയാണ് വിഡ്ഢി എന്നാണ് എന്റെ വിഷയം. സത്യം പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന്റെ ഒരു CD ഉണ്ടാവും എന്ന് പറയും. ഞാൻ നേരത്തെ പല ചാനലിലും പറഞ്ഞു, ഇതൊരു ആനിമേറ്റഡ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഫിലിമോ ആഡ് മേക്കിങ്ങോ ഒന്നും അല്ല, ഒരു CD-യിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കാൻ. ഇതെന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഒരു വിഷയത്തിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് അയാൾ CD-യിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ആ CD പിടിച്ചെടുക്കണം. അയാൾ അങ്ങനെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന CD അതാണ് ശ്രീമതി സരിത, ഞങ്ങൾക്ക് ശ്രീമതി സരിത, ഈ ആക്ഷേപം കേൾക്കുന്ന ആളുകൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന സംഗതികളിൽ ഒന്ന്, സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഈ ബിജു രാധാകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള ആരോപണം, അവിശ്വസനീയമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. രണ്ടാമത് അതിന് തെളിവുണ്ട് എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിന് മുന്നിലാണ്, സോളാർ കമ്മീഷൻ എന്ന ഒരു ബഹുമാന്യമായ സംവിധാനത്തിന് മുന്നിലാണ് ഈ തെളിവുണ്ട്, ഞാൻ വേണമെങ്കിൽ CD നൽകാമെന്ന് പറയുന്നത്. ഈ 2 കള്ളങ്ങൾ, അങ്ങേയറ്റം വലിയ 2 കള്ളങ്ങളാണെങ്കിൽ അത് പറയാനുള്ള ധൈര്യം എന്താകണം ബിജു രാധാകൃഷ്ണന്? അത് പറയാനുള്ള ധൈര്യം എന്താകണം ബിജു രാധാകൃഷ്ണന്? എന്തായിരിക്കും ബിജു രാധാകൃഷ്ണന്റെ ലക്ഷ്യം? എന്താകും അതിനുള്ള ധൈര്യം ബിജു രാധാകൃഷ്ണന്? എനിക്ക് സത്യം പറഞ്ഞ ഒരൊറ്റ കാര്യം എനിക്ക് മനസ്സിലായുള്ളൂ. ഇയാളുടെ അജ്ഞതയാണ്, അയാൾ നിൽക്കുന്ന സ്ഥലത്തെ പറ്റിയിട്ടുള്ള അയാളുടെ അജ്ഞതയാണ് അയാളെ കൊണ്ട് ഈ കള്ളം പറയിപ്പിച്ചതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അയാളുടെ അജ്ഞതയാണ് അയാൾ ഇന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കെല്ലാം കാരണം. കാര്യം അയാൾ നിൽക്കുന്ന
ഇടത്തെ പറ്റി അയാൾ ചിന്തിച്ചില്ല. അയാൾ സംസാരിക്കുന്ന ഒരു പിന്നെ ഫോമിനെ പറ്റി, അതിന്റെ ഓതന്റിസിറ്റിയെ പറ്റി അയാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല. അയാൾ ഏതോ ഒരു ചന്തയിൽ നിന്ന് സംസാരിക്കുന്നത് മാതിരി ഞാൻ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കോടതിക്ക് തുല്യമായ ഒരു സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നതെന്ന് അയാൾ മറന്നുപോയിരിക്കും. പക്ഷേ ശ്രീമതി സരിത നായർ അവിടെ സാക്ഷികളായിരുന്ന മാധ്യമപ്രവർത്തകർ പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ അടുക്കിപ്പെറുക്കി വൃത്തിയായാണ് ബിജു രാധാകൃഷ്ണൻ പറയുന്നത്. ഒന്നിനു പിറകിൽ ഒന്നായി പറയാനുള്ള കാര്യങ്ങൾ വികാര വിക്ഷോഭത്തോടുകൂടി കരഞ്ഞുകൊണ്ട്, എന്ന് മാത്രമല്ല താങ്കൾ പറയുന്ന പ്രകാരമല്ല, അതിന്റെ ഗൗരവത്തെക്കുറിച്ച് അയാൾക്കറിയാം. അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ജീവൻ തന്നെ ഇല്ലാതായേക്കാം എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ പറയാൻ ഏതോ വിധത്തിൽ നിർബന്ധിതനാണ്, പറയുന്നത് അയാൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കാര്യമാണ് എന്നും കണ്ടുകൂടെ? ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഏതൊരാൾക്കും ഇങ്ങനെ പറയുന്ന എന്ത് കള്ളത്തരങ്ങളും പറഞ്ഞിട്ട് രണ്ട് കണ്ണുനീരും പിന്നെ വികാര വിക്ഷോഭത്തിൽ സംസാരിക്കുകയും എന്റെ മരണമൊഴിയാണെന്ന് പറയുകയും എന്നെ കൊല്ലാൻ വരെ ശ്രമിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കള്ളങ്ങളെല്ലാം സത്യമാകുമോ? ഇങ്ങനെ ഒരു CD ഇല്ല എന്നതാണ് ഈ സമയത്ത് ഇല്ലാത്ത കാര്യത്തിനെ പറ്റിയിട്ടാണ് ഈ ചർച്ച ചെയ്ത് കളയുന്നതെന്നാണ് പറഞ്ഞത്. ഈ CD എന്ന് പറയുന്ന കാര്യത്തിന്റെ ചർച്ച വേണ്ട. കാര്യം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. നടക്കാത്ത സംഭവത്തെ പറ്റി എങ്ങനെയാണ് ഇങ്ങനെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കുട്ടി ജനിച്ചാലല്ലേ ജനിച്ചെന്ന് പറയാൻ പറ്റൂ? ഇല്ലാത്തൊരു കാര്യത്തെ പറ്റി എന്തിനാണ് ഇങ്ങനെ കിടന്നത്? ഞാൻ പറയുന്നു ഇല്ലാന്ന്. എന്നെ അലിഗേറ്റ് ചെയ്തൊരു വിഷയമാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ അതിന്റെ CD അയാൾ എങ്ങനെ ഉണ്ടാക്കി? തീർച്ചയായും അങ്ങനെ ഒരു കാര്യം ഇല്ലാതെ എങ്ങനെ അയാൾ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ എന്തുകൊണ്ട് അത് കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കുന്നില്ല? അല്ലെ കമ്മീഷൻ എന്തോ പിടിച്ചെടുക്കുന്നില്ല? അല്ലെങ്കിൽ ഇവിടെ ഒരു പിന്നെ നിയമ സംവിധാനമുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരാളുടെ അതിന്റെ ഓതന്റിസിറ്റി എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? അതെന്താ ചെയ്യാത്തത്? വളരെ വളരെ നന്ദി ശ്രീമതി സരിത. ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാവുന്നതാണോ? അത് നിഷേധിക്കുകയെങ്കിലും ചെയ്യാമോ? ഞാൻ അങ്ങനെ നിഷേധിക്കാനും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനും ഞാൻ അതിന്റെ ചർച്ചയ്ക്കോ അതിനകത്ത് സംസാരിക്കാനോ താല്പര്യപ്പെടുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ സംസാരവും അല്ലെങ്കിൽ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ഇടം ജുഡീഷ്യൽ കമ്മീഷൻ ആയിരിക്കും. വളരെ നന്ദി ശ്രീമതി സരിത നായർ. താങ്കൾക്ക് പൂർണ്ണമായും അവകാശമുണ്ട്. വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ A. ഷുക്കൂർ അവിശ്വസനീയമാണ്. പക്ഷേ നോക്കൂ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാർ EMS നമ്പൂതിരിപ്പാട്ട് തൊട്ട് തുടങ്ങുന്ന K. കരുണാകരൻ അടക്കമുള്ള അധികായന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ ഈ നാടിനുണ്ടായിട്ടുണ്ട്. അങ്ങേയറ്റം വളരെ വലുതായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളിലൂടെ, രാഷ്ട്രീയ ആരോപണങ്ങളിലൂടെ, ദുരാരോപണങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണ് കേരളത്തിലേത് എന്ന് താങ്കൾക്ക് കൂടെ അറിയാവുന്നതാണ്. അല്ലെങ്കിൽ അറിയാത്തവരായി മലയാളികൾ ആരും തന്നെയില്ല. പക്ഷേ ആദ്യമായാണ് ഇത്രയ്ക്ക് നികൃഷ്ടമായ ഒരു ആരോപണം, ഒരു കൊലപാതക കേസിൽ പ്രതിയായ തട്ടിപ്പുകാരനായ ഒരാൾ ഒരു ഒഫീഷ്യൽ സംവിധാനത്തിന് മുമ്പാകെ ചെന്ന് മൊഴി നൽകുന്നത്. മുഖ്യമന്ത്രി ശ്രീ VV രാജേഷ് അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഒരു കൂട്ടുപ്രതി എന്ന മട്ടിൽ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി മൊഴി നൽകുമ്പോൾ അവിടെയുമുണ്ട് അവനവന്റെ നിലയിൽ നിന്ന് ഏതോ നിലക്ക് താണുപോയി ഇല്ലേ മുഖ്യമന്ത്രി. ഈ ആരോപണങ്ങൾ കള്ളമാണെന്ന് വിചാരിക്കുക. ഇത് പൂർണ്ണമായിട്ടും അവിശ്വസനീയമാണ്, വിശ്വസിക്കുന്നില്ല ജനം. കേരള ജനത മുഖ്യമന്ത്രിക്കൊപ്പമാണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ തന്നെയുമുള്ളൊരു വസ്തുത, ഈ ആരോപണം കേൾക്കാൻ മാത്രം ദുർബലനായി പോയത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നില്ലേ? എത്രയെത്ര മുഖ്യമന്ത്രിമാർ കടന്നുപോയി. അവർക്കെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടായിട്ടുണ്ടോ? എത്രയോ വലിയ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും. അതുകൊണ്ട് കൂട്ടുപ്രതി എന്ന മട്ടിൽ ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ട തട്ടിപ്പുകാരനെ പരിഗണിക്കാവുന്ന ഒരാളായി മുഖ്യമന്ത്രി തോന്നിയതിൽ വീഴ്ചയുണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ദുർഗന്ധവാഹിയായിട്ടുള്ള ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയത് എന്ന ചോദ്യത്തിന് എന്താകും മറുപടി? ഇവിടെ നേരത്തെ രാജേഷ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്കൊരു മറുപടി പറയണം. അതിനുശേഷം ഞാൻ ഗവേഷണൻ്റെ മറുപടി ഇതിലേക്ക് വരാം. നിർബന്ധമായും ഞാനത് പറയാതെ പോകുന്നത് ശരിയല്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. ബിജു രാധാകൃഷ്ണൻ, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭരണകാലഘട്ടത്തിലുള്ള ഈ കേസിൽ അന്ന് എന്ത് നടപടിയുണ്ടായി എന്ന് രാജേഷ് പോലുള്ളവർ മനസ്സിലാക്കട്ടെ, മനോജും ഒക്കെ മനസ്സിലാക്കട്ടെ. എന്നാൽ ഇത്തരം നടപടിയിലേക്ക് പോകാൻ കരുത്തു കാണിച്ചൊരു ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് പ്രതിയായി വന്നിട്ടുള്ള ഒരാൾ, തട്ടിപ്പ് കേസിന് പ്രതിയായിട്ടുള്ള ഒരാൾ, തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത കൂട്ടാളി സംഘങ്ങൾ എല്ലാവരും ഇന്ന് രണ്ട് ചേരിയിലായി നിൽക്കുന്നു. രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് രണ്ട് തരത്തിൽ രണ്ടുപേർ പറയുന്നു.
ഏതായാലും പറയുന്നതെല്ലാം ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെയാണ്. ഏതായാലും ഇന്നത്തെ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ക്രിമിനലിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകാരൻ്റെ സ്വന്തം ഭാര്യയെ കൊല ചെയ്തയാളിൻ്റെ ആ വെളിപ്പെടുത്തൽ ഏതായാലും ജനങ്ങളുടെ മുമ്പാകെ വന്നു. നികൃഷ്ടമായ ജനങ്ങളെ അതിന്റെ പിന്നിൽ ആ അത്തരം ഒരു നിമിഷം ഒരു സെക്കൻഡ് പോലും കേരള താങ്കൾക്ക് പറയാം. ഒരു നിമിഷം, അതായത് ഒരു സെക്കൻഡ് പോലും കേരള ജനത വിശ്വസിക്കുകയില്ലായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഈ ആക്ഷേപങ്ങളെ തള്ളിക്കളയുമായിരുന്നു. അതിപ്പോൾ ഈ ലൈംഗിക ദുരാരോപണം മാത്രമല്ല, 5.5 കോടിയുടെ കണക്കാണെങ്കിൽ തന്നെയും തള്ളിക്കളയാമായിരുന്നു. പക്ഷേ 40 മിനിറ്റ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇയാളുമായി ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. അതെന്താണ് നടത്തിയത് എന്നെ ധാർമ്മികത പറയാൻ സമ്മതിക്കുന്നില്ല, ഞാനത് പറയുകയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ, നിയമസഭയ്ക്കകത്ത് പറഞ്ഞൊരു വസ്തുത അവിടെ ഉള്ളതുകൊണ്ട് ലൈംഗികാരോപണം വിട്ടുകളയുക, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ 5.5 കോടി വാങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ കമ്പനിയിൽ 60-40 എന്ന നിലക്ക് ലാഭവിഹിതം വീതിച്ചെടുക്കാവുന്ന നിലക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്ഥാനം. അദ്ദേഹത്തിൻ്റെ മകൻ അതിൽ പങ്കുണ്ടായിരുന്നു. സലിം രാജിന് ഞാൻ പണം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ വന്ന് പറയുമ്പോൾ അത് ശരിയായേക്കാം എന്ന് കുറേ ആളുകൾക്കെങ്കിലും തോന്നുന്നത് നിയമസഭയ്ക്കകത്ത് അദ്ദേഹം സമ്മതിച്ചുകൊണ്ടാണ്. ഇന്നെങ്കിലും പറയണമായിരുന്നു അദ്ദേഹം എന്ത് കുടുംബകാര്യമാണ് ചർച്ച ചെയ്തത് എന്ന്, അല്ലേ? എങ്ങനെ തോന്നാനാണ് സനീഷേ? എങ്ങനെ നിങ്ങൾ അത് മനസ്സിലാക്കണ്ടേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോഴും ഒട്ടേറെ ജനഹിതം പരിശോധിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയുടെ മുമ്പാകെ അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ ജനമധ്യത്തിൽ പ്രക്ഷോഭണമായി അല്ലാത്ത തരത്തിലെല്ലാം വന്നു. അപ്പോൾ ഇവരുടെ ഉദ്ദേശം വേറെയാണ്. അതിൻ്റെ പിന്നിൽ ചില ഗൂഢശക്തികളുണ്ട്. ആ ഗൂഢശക്തികളെ കൂടെ തിരിച്ചറിയാൻ കഴിയും. ഏതാനും ദിവസങ്ങൾക്കകം ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും എല്ലാം പുറത്തു വരട്ടെ. ഇതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാവരും കെട്ടി ചമയ്ക്കുകയാണല്ലോ. ഏതായാലും പുറത്തു വരാനിരിക്കുന്ന കാര്യം പുറത്തു വരും. സത്യം പുറത്തു വരാതിരിക്കുകയില്ലല്ലോ. ശ്രീ പി എം മനോജ് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് പോലും പറയാനുള്ളത് കേൾക്കണം എന്നത് അനുശാസിക്കുന്ന ഒരു നിയമവ്യവസ്ഥക്കകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ശ്രീമതി സരിത എസ് നായർ അല്പം മുമ്പ് പറഞ്ഞു ഇത് പൂർണ്ണമായും തള്ളിക്കളയേണ്ടുന്ന സംഗതിയാണ് എന്ന്. അവരെ വിശ്വാസത്തിലെടുക്കാതിരിക്കാൻ എന്തൊക്കെയാണ് കാരണങ്ങളുള്ളത്? അല്ല, ഇത് ആപേക്ഷികമാണ്. സരിത എസ് നായർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഞാൻ ഇതിലൊന്നും ഇല്ല എന്ന് പറയുന്നതും ബിജു രാധാകൃഷ്ണൻ അത് പറയാതിരിക്കാൻ അവസരം ഉണ്ടാവുന്നതും ഈ ബിജു രാധാകൃഷ്ണൻ ഒരു കൊലക്കേസിൽ പ്രതിയായി അകത്തു പോയത് കൊണ്ടാണ്. ഈ കൊലക്കേസ് മാറ്റി നിർത്തിയാൽ ബാക്കി ഇവർ രണ്ടുപേരും ഒരേപോലെ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതികളാണ്. ഇവർ കൂട്ടുപ്രതികളാണ്. ആ കൂട്ടുപ്രതികൾ നടത്തിയ കച്ചവടം, ആ കച്ചവടത്തിൽ ആർക്ക് ലാഭം ആർക്ക് നഷ്ടം, ആര് ചതിച്ചു, ഇവർ തമ്മിൽ ചതിയുണ്ടല്ലോ, അതിൻ്റെ തർക്കമാണ് അവർ തമ്മിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ രാജേഷ് പറഞ്ഞത് ശരിയാണ്. കാരണം ലൈംഗിക ബന്ധവും അത്തരം ആരോപണങ്ങൾ അത് നമ്മുടെ പുതിയ സമൂഹമാണല്ലോ. നേരത്തെ കുറേ മുഖ്യമന്ത്രിമാരുടെ പേര് പറഞ്ഞു. ഇത് കാലം മാറിയല്ലോ. ഇപ്പോൾ ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം ഇതൊക്കെ ആവാമെന്നല്ലാണ് പുതിയ ചർച്ച. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല, നാണക്കേടാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയത് ബിജു രമേശും ഈ സരിതയും കൂടിയാണ്. ഒരു നിമിഷം, ഈ സരിതയും ബിജു രമേശും കൂടെയാണ് സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയത്. ആ കുറ്റകൃത്യത്തില് ഒരു പ്രതിയാണ് സരിത എസ് നായർ. സരിത എസ് നായർ മറ്റേ കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ സനീഷ് ഒരു ചോദ്യം ചോദിക്കണമായിരുന്നു അവരോട്. അവരിപ്പോൾ ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെയൊന്നും ഇല്ല എന്ന്. അബ്ദുള്ളക്കുട്ടിയുടെ കാര്യം ചോദിക്കണമായിരുന്നു. അബ്ദുള്ളക്കുട്ടിക്കെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അവർ പറഞ്ഞത് ശരിയാണോ എന്നും കൂടി ചോദിക്കണമായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ അവർക്ക് ഉത്തരം കിട്ടില്ലായിരുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും അവർക്ക് രക്ഷപ്പെടാനുള്ള ന്യായങ്ങൾ അവർ കണ്ടെത്തുന്നുണ്ട്. അത് കണ്ടെത്തിക്കോട്ടെ. കാരണം പഠിച്ച കള്ളിയല്ലേ. എത്ര കേസിലാണ് ഇപ്പോൾ ജാമ്യം എടുത്ത് പോയത്. ഇപ്പോൾ നമ്മൾ ഈ മറ്റേയാൾ ജയിലിൽ കിടക്കുമ്പോൾ ഇവർ സിനിമാ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ TV ചാനലുകൾ ഡാൻസ് പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ചർച്ചയിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ്, അതാണ് വിശ്വസിക്കേണ്ടതെന്ന് ഷുക്കൂർ പറഞ്ഞാൽ ഷുക്കൂറിന് പറയാമെന്നല്ല നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതുകൊണ്ട് സരിതയുടെ വക്കാലത്തുമായി ആരും വരേണ്ടതില്ല. ഈ സോളാർ കേസ് തുടങ്ങിയത് മുതൽ ഇതുവരെ അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീ ഷുക്കൂർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മനോജ് പറഞ്ഞു പൂർത്തിയാക്കോളൂ. ശ്രീ മനോജ്,
ശ്രീ ഷുക്കൂർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അല്ല, ബിജു രാധാകൃഷ്ണൻ ആദ്യമായിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിനു മുമ്പ് തന്നെ പലവട്ടം ഈ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പെൻഡ്രൈവിന്റെ കാര്യം ആരാണ് പറഞ്ഞത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പറഞ്ഞത്. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്താണ് സംഭവിച്ചത്? ആഭ്യന്തരമന്ത്രി സ്ഥാനം പോയി. അത് കഴിഞ്ഞ് കുറെ ആള് ബെന്നി ബെഹനാനാണ് ഈ സരിതയ്ക്ക് ഇപ്പൊ സരിത ഓരോ കേസായി ഒത്തുതീർപ്പാക്കി കാശ് കൊടുത്ത് വരികയാണല്ലോ. എവിടുന്ന് ഈ കാശ് കിട്ടുന്നു? സരിതയുടെ കയ്യിൽ രേഖയുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ രേഖ പിടിച്ചെടുക്കുന്നില്ല? അപ്പോൾ ഈ സർക്കാർ ഈ വരുന്ന ഒരു ആരോപണങ്ങൾക്കും മറുപടി പറയാൻ കഴിയാതെ, വരുന്ന ഒരു തെളിവുകളും പിടിച്ചെടുക്കാൻ തയ്യാറാകാതെ ഈ കുറ്റവാളികളെ രക്ഷിക്കാനും സ്വയം രക്ഷപ്പെടാനും ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഇവിടെ അരാജകത്വം വരുന്നത് അതുകൊണ്ട് തന്നെ സരിതയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ തുടർക്കഥയാണ്. അത് മറ്റു ബന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും സാമ്പത്തിക ബന്ധം ഉണ്ടായിട്ടുണ്ട്, കാശ് വാങ്ങിയിട്ടുണ്ട്, കിൻഫ്രയുടെ സ്ഥലം വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, സോളാർ വിൻമിൽ ഇടപാട് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡൽഹിയിൽ ഒന്നിച്ചു പോയിട്ടുണ്ട്, കുരുവിളിയായിട്ട് കണ്ടിട്ടുണ്ട്, അതുപോലെ പൊതുചടങ്ങിൽ ഇവർ സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഷുക്കൂർ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ നാട്ടിലെല്ലാവരും കണ്ടതല്ലേ. പിന്നെ എന്നിട്ടും ഇത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആരെ വിശ്വസിപ്പിക്കാനാണ്? അതാണ് എൻ്റെ ചോദ്യം. അതാണ് ശ്രീ ഷുക്കൂർ എല്ലാവരുടെയും ചോദ്യം. കാരണം ഇപ്പറഞ്ഞ അവസാനത്തെ വാചകങ്ങളായി ശ്രീ PM മനോജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതകളാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5.5 കോടി കൊടുത്തു, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായി എന്നത് മാത്രമായിട്ട് എങ്ങനെയാണ് നിഷേധിക്കുക, തള്ളിക്കളയുക? മുഖ്യമന്ത്രി ആയതുകൊണ്ട് എല്ലാ ആനുകൂല്യവും കൊടുത്ത് ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായി അദ്ദേഹത്തിനൊപ്പം കൂടാൻ എന്താണുള്ളത്? ഒരു കൊലപാതകി, ഒരു സാമ്പത്തിക തട്ടിപ്പുകാരൻ ബിജു രാധാകൃഷ്ണൻ അത് ജയിലിൽ കിടന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ വിളിച്ചു പറയുക, വലിയ വിശ്വാസ്യതയല്ലേ? വലിയ വിശ്വാസ്യതയല്ലേ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരു സഖാവുണ്ടല്ലോ, എന്താ ശ്രീപീഡനത്തിന് കേസ് വന്ന് പുറത്തു വന്ന, ഒളി ക്യാമറയിലൂടെ പുറത്തു വന്ന എറണാകുളത്തെ കേസ്, എത്രയോ കേസുകളാണ്. താങ്കൾ ശ്രീ ഷുക്കൂർ 2 കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ശ്രീ ഷുക്കൂർ താങ്കൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഒരു നിമിഷം ശ്രീ ഷുക്കൂർ, ഒരു നിമിഷം, താങ്കൾക്ക് തന്നെ അവസരം തരാം. താങ്കൾ വസ്തുതയാണ് പറയുന്നതെങ്കിൽ താങ്കൾക്ക് സമയമുണ്ട് ശ്രീ ഷുക്കൂർ. 2 കാര്യങ്ങളാണ് ഒന്നുകിൽ താങ്കൾ ചെയ്യുന്നത്. ഒന്ന്, ഇതിനെ പരത്തി ഒഴിവാക്കി കളയുക. താരതമ്യേന ഇതോട് ചേർത്ത് വെക്കുമ്പോൾ താരതമ്യേന നിസ്സാരമായിട്ടുള്ള കേസുകൾ വലിച്ചു കൊണ്ടുവരിക. രണ്ടാമത്തെ കാര്യം ഇത് പൂർണ്ണമായി വഷളാക്കിയിട്ട് ബിജു രാധാകൃഷ്ണനെയോ ആ ഭാഗത്തുള്ള ആളുകളെയോ പ്രകോപിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള തെളിവുകളെ പുറത്തു വലിച്ചിടാനുള്ള പ്രേരകമായിട്ടുള്ള സംഗതികൾ താങ്കൾ നടത്തുന്നു. താങ്കൾ ഉള്ളിൽ സന്തോഷിക്കുകയാണ് ഒരു പക്ഷേ മുഖ്യമന്ത്രിക്കുണ്ടായുള്ള ക്ഷീണത്തിൽ. സനീഷിന്റെ മനസ്സിലുള്ളത് ഇരിക്കട്ടെ. ഇത്തരം ചർച്ചയിലല്ല ഞാൻ പങ്കെടുക്കാൻ വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചർച്ച ഇവിടെ വെച്ച് നിർത്താം. സനീഷിന്റെ ആഗ്രഹം അതാണെങ്കിൽ മര്യാദയും മാന്യതയുമായിട്ട് സംസാരിക്കണം. എന്ത് മ്ലേച്ഛകരമായിട്ടാണ് ബിജു രാധാകൃഷ്ണന്റെ ആണ് എല്ലാം ശരി മനോജ്. ആര് പറഞ്ഞു ശ്രീ എ ഷുക്കൂർ? ആര് പറഞ്ഞു ശ്രീ എ ഷുക്കൂർ അവിശ്വസനീയമാണ് എന്നൊരു വാചകം പറഞ്ഞാണല്ലോ നമ്മൾ ചർച്ചകളിലേക്ക് കടന്നത്. താങ്കൾ എന്തിനാണ് പ്രകോപിതനാവുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ശ്രീ ഷുക്കൂർ. അവിശ്വസനീയമാണ്. നമുക്ക് സാമ്പത്തിക ആരോപണങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞല്ലേ ചർച്ച തുടങ്ങിയത് തന്നെ. സാമ്പത്തിക ആരോപണം താങ്കൾ ഇവിടെ ഈ ഘട്ടത്തിൽ ചൂടാവുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ട് തന്നെയില്ല. പ്രതിയായി കോടതി കണ്ടെത്തി ജയിലിൽ കിടക്കുന്ന ഒരാൾ പറയുന്നതെല്ലാം ശരിയാണ്. ആര് പറഞ്ഞു ശ്രീ ഷുക്കൂർ? ആരും പറയുന്നില്ലത്. വേറെ ആർക്കും ഒന്നും പറയാനില്ല. അങ്ങനെ പറയാതെ സനീഷ്, അത് ശരിയായ ഒരു നടപടിയല്ല. അതൊരു മാന്യതയുടെ ഭാഗമല്ല. പച്ചക്കള്ള പടച്ചുവിടുകയാണ്. എന്നിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ അത് ഗീബൽസൺ തന്ത്രം. അത് സനീഷ ഈ മനോജിന്റെ പാർട്ടിയുടെ സ്ഥിരം ശൈലിയാണ്. മനോജിനെതിരെയാണ്. ഓക്കെ, എനിക്കതിൽ പ്രശ്നമില്ല. ഞാൻ എനിക്കെതിരെയാണെന്ന് കരുതി ഭയന്നിരിക്കുകയായിരുന്നു. മനോജിനെതിരെയാണെങ്കിലും ഓക്കെ, അദ്ദേഹം സനീഷ് പറഞ്ഞതും ഞാൻ മാന്യമായിട്ടാണ് ചർച്ചയിൽ വന്നത്. ഞാൻ PM മനോജ് പറഞ്ഞ കാര്യം എടുത്ത് അങ്ങോട്ട് വെക്കുകയായിരുന്നു ശ്രീ ഷുക്കൂർ. അതെന്റെ ജോലി ആയതുകൊണ്ട് മാത്രം. എന്ന് മാത്രമല്ല, എനിക്ക് പ്രകോപിപ്പിക്കാൻ പറയുകയാണ്. അത് ശരിയായ നടപടിയല്ല. ഒരു ചർച്ചയിൽ ഇങ്ങനെയല്ല. ഒരു നിമിഷം നമുക്ക് ചർച്ചയുടെ ഗൗരവത്തിലേക്ക് തിരിച്ചു വരാം. എല്ലാ അവസാനത്തെ ആയുധവും ഉപയോഗിക്കുകയാണ്. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം ശ്രീ ഷുക്കൂർ. ചർച്ചയുടെ ഗൗരവത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ എന്റെ ആക്ഷേപങ്ങളായി പറയുകയല്ല. പക്ഷേ ബിജു രാധാകൃഷ്ണൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കേസാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് കേൾക്കൂ ശ്രീ ഷുക്കൂർ, കേൾക്കൂ പ്ലീസ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പണം കൊടുത്തു എന്നാണ്
ഈ കുറ്റാരോപിതനായിട്ടുള്ള ഒന്നാം പ്രതി വന്ന് പറയുന്നത് ഞാൻ പണം കൊടുത്തു, ഇത് നിയമപരമായിട്ട് ആരാണ് ഈ കുറ്റാരോപിതൻ? ശ്രീ ഷുക്കൂർ നിയമപരമായുള്ള ഒരു ബോഡിക്ക് മുന്നിലാണല്ലോ ഈ മൊഴി കൊടുക്കുന്നത്. എങ്ങനെയാണ് അതിനെ അതിജീവിച്ച് പോവുക എന്നതാണ് എന്റെ ചോദ്യം. ആരാണോ കുറ്റാരോപിതൻ എന്ന് വെച്ചാൽ ആ കേസിൽ മറ്റേ കേസിൽ ശിക്ഷിക്കപ്പെട്ടതായിരിക്കാം, ആ കേസിൽ അയാൾ പ്രതിയാണ്, അയാളാണ് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ സാമ്പത്തികാരോപണം. മറ്റേ ഞാൻ മാറി നിൽക്കുന്നു, സാമ്പത്തികാരോപണം. ഒരു പൊതുപ്രവർത്തകനെ, ഒരു മുഖ്യമന്ത്രിയെ ഇത്രയും ആക്ഷേപിക്കണോ? ഇത്രയും ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇത് തെറ്റാണെന്ന് കഴിഞ്ഞാൽ കഴിയുമോ? തെറ്റാണെന്ന് തെളിഞ്ഞാൽ, നാളുകളിൽ ഇത് ശരിയല്ല തെറ്റാണെന്ന് കഴിഞ്ഞാൽ ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ മാനഹാനിക്ക്? അപ്പോൾ ഇതൊന്നും ശരിയല്ല. അതിൻ്റെ ഒരു പരിധിയുണ്ട്. ഒരു കൊള്ളക്കാരൻ, ഒരു കൊലപാതകി ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കുമ്പോൾ ആ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയുകയാണ്. തീർച്ചയായും ശ്രീ വി രാജേഷ്, ശ്രീ ഷുക്കൂർ വൈകാരികമായി അവതരിപ്പിക്കുന്ന കാര്യങ്ങളെ കൂടെ കണക്കിലെടുക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് മുന്നിൽ 19 കൊല്ലക്കാലമായുള്ള രാഷ്ട്രീയ ജീവിതമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടേത്. വട്ടമിട്ട് നിന്നിങ്ങനെ അതിക്രൂരമായി ആക്ഷേപിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് നിർത്തേണ്ടതല്ലേ? സനീഷ്, ഞാനോ ശ്രീ PM മനോജോ അല്ലല്ലോ ആക്ഷേപിച്ചത്, സനീഷും അല്ലല്ലോ, ശ്രീ ഷുക്കൂറും അല്ലല്ലോ. ആക്ഷേപിച്ചത് ബിജു രാധാകൃഷ്ണനാ. ഇതേ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത സുഹൃത്തുക്കളായി പെരുമാറിയിട്ടുള്ള ആളാ. പിന്നെ ശ്രീ ഷുക്കൂർ അവർ പറഞ്ഞ് ഞാൻ പറയുന്നു, ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസിന്റെ കാലഘട്ടത്തിലും ഇത് മറച്ചു വെച്ചു എന്നുള്ള അഭിപ്രായം തന്നെ BJPക്കുള്ളത്. സോളാർ സമരം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി ഒത്തുതീർപ്പാക്കി എന്നുള്ള ആരോപണം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇനി ഷുക്കൂർ പറയുന്നു, ഷുക്കൂർ അവർ പറയുന്നു, ബിജു രാധാകൃഷ്ണൻ ജയിലിൽ കിടക്കുന്ന കൊലക്കേസ് പ്രതിയാണ്, അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 45 or 60 കേസിൽ പ്രതിയായിട്ടുള്ള ജയിലിൽ കിടന്നിട്ടുള്ള ആളല്ലേ സരിത, ഇപ്പോഴും വിചാരണ നേരിടുന്ന ആളല്ലേ സരിത, ആ സരിത പറയുന്നത് എങ്ങനെയാ വിശ്വസിക്കുന്നത്? അപ്പോൾ ഷുക്കൂറും സംസാരിക്കുന്നത് ഒരേ ഭാഷയിൽ ഒരേ വ്യക്തിക്ക് വേണ്ടി അല്ലല്ല. ഞാൻ വിശ്വസിക്കാൻ പാടില്ല. ബിജു രാധാകൃഷ്ണൻ കേസ് പ്രതിയാണ്, അതുകൊണ്ട് പറഞ്ഞില്ല. ഷുക്കൂർ, സരിത പറയുന്നത് മുഖ്യമന്ത്രിയുമായി ഇത്തരത്തിൽ ബിജു രാധാകൃഷ്ണൻ പറയുന്നത് തെറ്റാണ് എന്ന് സരിത പറയുന്നത് വിശ്വസിക്കരുതെന്നാണോ? ഞാൻ സരിത പറഞ്ഞതിന് ഓൺ ചെയ്യുന്നില്ല. സനീഷേ, മനോരമ ചാനലിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടെ പറയുന്നത് സരിത പറഞ്ഞത് ഞാൻ ഓൺ ചെയ്യുന്നില്ല പോലെയാണ് കാണുന്നത് എന്നാണ് സരിത നായർ പറയുന്നത്. ഞാൻ അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം അവർ രണ്ടുപേരും തട്ടിപ്പ് കേസിലെ പ്രതികളാണ്. അതാണ് ശ്രീ വി രാജേഷ് ചൂണ്ടിക്കാണിച്ച ശ്രീ ഷുക്കൂർ. അവർ ഒരേപോലെ രണ്ടുപേരും തട്ടിപ്പ് കേസിൽ പ്രതിയാണ് എന്ന് വെച്ചാൽ അതിൽ ഒരാൾ പറയുന്നു ബിജു രാധാകൃഷ്ണൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുതെന്ന് പറയുന്ന നിങ്ങൾ, സരിത പറയുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിതൃതുല്യനാണെന്ന് പറയുന്നത് വിശ്വസിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. സനീഷ്, ഞാൻ അത് പറഞ്ഞത് ഓൺ ചെയ്യുന്നില്ല. മനസ്സിലായി. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. വളരെ പെട്ടെന്ന് വരാം 3 അതിഥികളിലേക്കും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ PM മനോജ്, ആദ്യം ഇത്ര വലിയ രൂക്ഷമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ വന്നതുകൊണ്ട് ആദ്യം ഉണ്ടാകുന്ന ഞെട്ടലിനൊക്കെ ശേഷമാണെങ്കിൽ പോലും ഈ ധനാരോപണത്തിന്റെ, അതായത് ഈ അഴിമതിയായി അല്ലെങ്കിൽ കോഴ വാങ്ങിച്ച അല്ലെങ്കിൽ പണം വാങ്ങിച്ച സംഗതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ 5.5 കോടി രൂപയാണ് മുഖ്യമന്ത്രി, അതിൽ 5 കോടി 10 ലക്ഷം രൂപയോ മറ്റോ ആണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത് എന്നാണല്ലോ ബിജു രാധാകൃഷ്ണൻ കൊടുത്തിരിക്കുന്ന മൊഴി. ഇതിനൊക്കെ വേണ്ട രീതിയിൽ അന്വേഷണം നടത്തിയാൽ ഈ ധനത്തിന്റെ ഇടപാടുകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയില്ലേ? തീർച്ചയായും അത് നടത്താത്തതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. മറ്റേത് ഈ ലൈംഗിക ആരോപണം എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഒറ്റയടിക്ക് തന്നെ അത് തള്ളിക്കളയാം. കാരണം ഖജനാവിനൊരു നഷ്ടവും വന്നിട്ടില്ലല്ലോ. പിന്നെ ലൈംഗിക ആരോപണം ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് അങ്ങനെ തള്ളിക്കളയാം. ഇവിടെ സാമ്പത്തിക ആരോപണമാണ് പ്രശ്നം. സാമ്പത്തിക ആരോപണം എന്ന് പറയുന്നത് കിൻഫ്ര ഉപയോഗിച്ച്, അതുപോലെ പുതിയ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വിനിയോഗിച്ച് സമൂഹത്തെ അതായത് ഊർജരംഗത്ത് ശാക്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പുത്തൻ പ്രൊജക്റ്റുകൾ, ആ പ്രൊജക്റ്റുകൾ മറിച്ച് വിറ്റ് കോടികൾ അടിച്ചു മാറ്റുക എന്നതായിരുന്നു പദ്ധതി. ആ പദ്ധതിയാണല്ലോ, അതാണല്ലോ മറ്റേ പാവം പയ്യൻ ആൻഡോയ്ക്ക് 1600 കോടി രൂപയുടെ പദ്ധതി കിട്ടി. അത് മുഖ്യമന്ത്രിയുടെ ആഫീസ് അറിഞ്ഞ ഉടനെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുത്തു, അത് വീതിച്ചെടുത്തു എന്നൊക്കെയാണല്ലോ കേസ്. അപ്പോൾ ആ കേസിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് വന്നാൽ ഈ കിൻഫ്രയുടെ സ്ഥലം പാലക്കാട്ട് കാണാൻ പോയത് സരിതാ നായരും അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വമുണ്ട്.
അത് കഴിഞ്ഞ് ഓരോ ക്രോണോളജി എടുത്തു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിലും ഇവരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ജോപ്പൻ ഇടപെട്ടിട്ടുണ്ട്, ഡൽഹിയിൽ പോയിട്ട് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്, KC വേണുഗോപാൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രം പറഞ്ഞതുകൊണ്ട് ഇവിടെ നിൽക്കില്ല. നമ്മുടെ വിഷ്ണുനാഥ് എല്ലാ ചാനലിലും വന്ന് ചർച്ചയിൽ ഘോരം ആദർശം പ്രസംഗിക്കുന്ന വിഷ്ണുനാഥ് ഒരു പരിപാടിക്ക്, ടീം സോളാറിൻ്റെ ഒരു പരിപാടിക്ക് പോകാൻ 3 ലക്ഷം രൂപ വാങ്ങി പോക്കറ്റിലിട്ടെന്നാണ് പറഞ്ഞ്. ഇത് ശരിയാവണമെന്നില്ല, കാരണം ഒരു കുറ്റവാളി പറഞ്ഞതല്ലേ. പക്ഷെ സാഹചര്യ തെളിവുണ്ട്, ഇവർ പോയിട്ടുണ്ട്, ഇവർ സഹായം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ തെളിവ് നശിപ്പിക്കാൻ ഇവർ പല തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത് ജയിൽ സൂപ്രണ്ടിനെ കൊണ്ട് ഇടപെട്ടിട്ടുണ്ട്, ADGP കൊണ്ട് ഇടപെട്ടിട്ടുണ്ട്. അത് അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ഷുക്കൂറിനും ഒക്കെ ഈ അന്വേഷണം നടക്കട്ടെ. ഈ അന്വേഷണം ഇപ്പോൾ സോളാർ കമ്മീഷൻ വന്നത് വെറുതെ ഉമ്മൻചാണ്ടിക്ക് ഒരു ദിവസം തോന്നിയത് വന്നതല്ലല്ലോ, സമരം നടത്തി കൊണ്ടുവന്നതല്ലേ. സമരത്തിൻ്റെ ഭാഗമായിട്ട്, ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടല്ലേ സോളാർ അന്വേഷണ കമ്മീഷൻ, ജുഡീഷ്യൽ കമ്മീഷൻ വന്നത്. അത് തന്നെ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ ബിജു രാധാകൃഷ്ണനെ അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കാതിരിക്കാൻ എന്തൊക്കെ പണിയെടുത്തു എന്ന് ഷുക്കൂറിനും എനിക്കും അറിയാലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഈ വരുന്നത് കുറ്റവാളിയുടെ മൊഴി തന്നെയാണ്. സരിതയുടെ ഈ കത്തും കുറ്റവാളിയുടെ കത്ത് തന്നെയാണ്. പക്ഷെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനു മുമ്പ് പുറത്തു വന്ന തെളിവുകളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനും കണ്ടെത്താനും കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനും അത് സമൂഹത്തെയും കോടതിയെയും ബോധ്യപ്പെടുത്താനും ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരുന്ന് നയിക്കുന്ന ഭരണത്തിന് കീഴിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എതിരായ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഷുക്കൂറിന് പറയാൻ കഴിയുമോ? എങ്കിൽ പിന്നെ കേസില്ല. അതാണ് ചോദ്യം. ഞാൻ തിരിച്ചു വരാം ശ്രീ ഷുക്കൂർ, താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ശ്രീ VV രാജേഷ്, സോളാർ കേസിൽ നമ്മൾ ഇക്കാലം അത്രയും ചർച്ച ചെയ്ത ഈ പറയുന്ന കാര്യങ്ങളാണ് വസ്തുതയെങ്കിൽ, സത്യമെങ്കിൽ, യാഥാർത്ഥ്യമെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടാൻ, അതിനെ തമസ്കരിച്ച് കളയാൻ, ഇല്ലാതാക്കി കളയാൻ നടന്ന നടപടികളും അതിൻ്റെ തന്നെ ചരിത്രമാണ്. ഇത്രയും കാലത്തെ കാര്യങ്ങളുണ്ട്. ഇതാണ് വസ്തുതയെങ്കിൽ അതിനെ ഇല്ലാതാക്കി കളയാനുള്ള പരമാവധിയായുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ ശരിയാണ്, സംശയിക്കാവുന്ന ചുറ്റുപാടുകളുള്ള ഒരാളാണ് അയാൾ. പക്ഷേ അയാൾ പറയുന്നതിനെ കൊന്നുകളയാൻ പോലും സാധ്യതയുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞ സംഭവത്തിൻ്റെ വലുപ്പം വളരെ വലുതാണ്, വളരെ ഗൗരവമുള്ളതാണ്. കൊന്നുകളയുക എന്തൊക്കെ സംഭവിക്കുമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, പക്ഷേ എങ്കിൽ പോലും വളരെ ഗൗരവമുള്ളതാണ്. അത് അയാൾ പറയുന്ന പ്രകാരം തന്നെ അയാൾ ആക്ഷേപിച്ച് ശരിയായാലും തെറ്റായാലും വലിയ കാര്യങ്ങളാണ്. കുറെ 2 മന്ത്രിമാർക്കെതിരെ വേറെയും ആക്ഷേപങ്ങളുണ്ട്. ഇതുവരെ തമസ്കരിക്കപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട്, ചരിത്രമുള്ളതുകൊണ്ട് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ അന്നേരത്തുണ്ടാകുന്ന ചർച്ചകൾക്കപ്പുറത്തേക്ക് പോയി ഒടുങ്ങിക്കൊള്ളും എന്ന് കരുതാൻ ന്യായമുണ്ടോ? സനീഷ്, ഞാൻ വിശ്വസിക്കുന്നത് ബിജു രാധാകൃഷ്ണൻ വളരെ കണ്ണിങ് ആയിട്ടുള്ള ആളാണ്. ഈ സരിതാ നായർ ഇവിടെ വന്ന് ഒരു പ്രസംഗം നടത്തിയിട്ട് പോയല്ലോ, രശ്മിയെ കൊലപ്പെടുത്തിയാണെന്നും സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ വ്യക്തിയോടാണ് ഞാൻ ജീവിക്കുന്നതെന്നും അറിയാമായിരുന്നിട്ടും വർഷങ്ങളോളം ഭരതനാട്യം കളിച്ചും ഒപ്പം ജീവിച്ച ആളാണല്ലോ സരിതാ നായർ ബിജു രാധാകൃഷ്ണനോടൊപ്പം. അപ്പോൾ ബിജു രാധാകൃഷ്ണൻ ഒരു കണ്ണിങ് ഫെലോയാണ്. ബിജു രാധാകൃഷ്ണൻ ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പിന്നിൽ ബിജു രാധാകൃഷ്ണൻ ഇനിയും എന്തൊക്കെയോ ഭരണകൂടത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പറയുന്നു, എൻ്റെ കയ്യിൽ 5 പേരുടെ CD ഉണ്ട്, ഞാൻ പുറത്ത് കാണിക്കും. നാളെയോ മറ്റന്നാളോ അദ്ദേഹം പുറത്ത് കാണിക്കാൻ പോകുന്നില്ല, അദ്ദേഹം വെയിറ്റ് ചെയ്യുക. സരിതാ നായർ 21 പേജുള്ള കത്ത് വെച്ചുകൊണ്ട് ആ കത്ത് പുറത്ത് കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സരിതാ നായർ എല്ലാം നേടിയെടുത്ത് നേരത്തെ ശ്രീ PM മനോജ് പറഞ്ഞതുപോലെ സെലിബ്രിറ്റിയായി ചാനലുകളിൽ പരിപാടി അവതരിപ്പിച്ച് നടക്കുന്നല്ലോ, അത് 21 പേജുള്ള കത്ത് എഴുതി പുറത്ത് കാട്ടാതെ കത്ത് കാട്ടി ഭീഷണിപ്പെടുത്തിയ. അതുകൊണ്ടാണ് ബിജു രാധാകൃഷ്ണൻ CD ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത്. അതിൽ നിന്നും ബിജു രാധാകൃഷ്ണൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ ഈ ഗവൺമെന്റ് അവസാനം അടുക്കുകയാണ്, എന്തൊക്കെയോ ബിജു രാധാകൃഷ്ണൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിൽ ഒരു 40-50% കാര്യങ്ങൾ ഇന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് ദൂതന്മാർ എത്തിക്കാണും. 40-50% കാര്യങ്ങളെങ്കിലും ചെന്നു കഴിഞ്ഞാൽ നാളെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് ആയിരിക്കും. ഈ ചർച്ച ഇന്നുകൊണ്ട് അവസാനിക്കും. കാരണം നമ്മുടെ ജയിലിൽ അതൊക്കെ നടക്കും. KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ലോകത്തെല്ലാ മലയാളിയും അറിയപ്പെടുന്ന ഒരു നടൻ, ഒരു മുൻ മന്ത്രി, വേഷം മാറി അദ്ദേഹത്തിന് ജയിലിൽ പോകാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രതിയായിട്ടും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരു മാസത്തിൽ 2-3 ദിവസം എല്ലാ ജയിലുകളിലും പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലും തിരുവനന്തപുരത്തിന് പുറത്തുമൊക്കെ ഞങ്ങളുടെ പ്രവർത്തകരെ കാണാൻ വേണ്ടി. അവിടെയൊക്കെ ചെല്ലുമ്പോഴേക്കും എല്ലാ പരിശോധനയും നടത്തിയിട്ടാണ് ഞങ്ങൾ അകത്ത് കയറ്റുന്നത്. ആ മന്ത്രി വേഷം മാറി താടിയൊക്കെ വെച്ച് ബാലെ നടന്മാരെ പോലെയൊക്കെ ഒരുങ്ങി KB ഗണേഷ് കുമാറിന് കടന്നു ചെല്ലാൻ സാധിച്ചത് അങ്ങനെ വെറുതെ ഒന്നുമല്ല. കണ്ണടക്കേണ്ടവരൊക്കെ ആ ജയിലിൽ കണ്ണടച്ചു കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത്
ഞാനും നിങ്ങളുമൊക്കെ താങ്കളുമൊക്കെ ഈ ചർച്ച നടത്തുമ്പോൾ ഈ രാത്രിയിൽ ജയിലിൽ ബിജു രാധാകൃഷ്ണനുമായി ദൂതന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ നാളെ ഒരു CD-യും പുറത്തു വരികയില്ല. ബിജു രാധാകൃഷ്ണന്റെ ജീവന് ഒന്നും സംഭവിക്കുകയില്ല. ഈ ചർച്ചയോടെ അവസാനിക്കും. നട്ടലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തിന് മുതിർന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തു വരും. ഒരു പക്ഷേ ഈ മന്ത്രിസഭയ്ക്ക് 24 മണിക്കൂറിനപ്പുറം ആയുസ്സും ഉണ്ടാവുകയില്ല. രണ്ടും സംഭവിക്കാമെന്നാണ് ശ്രീ എ ശുക്കൂർ. താങ്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായുള്ള ആക്ഷേപങ്ങൾ മാറ്റിവെക്കുക. ഷിബു ബേബി ജോൺ, AP അനിൽകുമാർ, ഹൈബി ഈഡൻ, ആര്യാടൻ ഷൗക്കത്ത് എന്നിവർക്കൊക്കെ എതിരെ പറഞ്ഞിട്ടുണ്ട് ബിജു രാധാകൃഷ്ണൻ. അവയൊക്കെ എങ്ങനെയാണ് കേരളം കാണേണ്ടത്? സനീഷേ, ഞാൻ നേരത്തെ പറഞ്ഞു, ബിജു രാധാകൃഷ്ണൻ എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം? ഒരു കൊലയാളി, ഒരു കുറ്റവാളി, സാമ്പത്തിക തട്ടിപ്പുകാരൻ, നിരവധി കേസുകളിലെ പ്രതി, പല കേസുകളിലും ജാമ്യം കിട്ടാതെയും ജാമ്യം കിട്ടിയും ഒക്കെ നിൽക്കുന്ന ഒരാൾ, എന്നാൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഒരാൾ, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതെ വരുമ്പോൾ ഏതെല്ലാം തരത്തിലാണ് ചെയ്യേണ്ടത് അതിൻ്റെ അവസാനത്തെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. മറ്റൊരാളും പ്രതിയാണ്, അവരും വേറെ ചിലതും വിളിച്ചു പറയുകയാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് അതിനെ താലോലിക്കാൻ, അത് ശരിയാണെന്ന് പറയാൻ മാർക്സിസ്റ്റ് പാർട്ടി, ഒരു ഭാഗത്ത് BJP. അവർ പറയട്ടെ. അവർ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സഭ്യതയുടെ അതിർവരമ്പ് നിങ്ങളും പാലിക്കണം. കാരണം ഇതിൻ്റെ പേരിൽ ഇനി തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ വളരെ മോശമായി ലൈംഗികാരോപണം, ഒരു കുടുംബമായി ജീവിക്കുന്ന 75 വയസ്സ് പിന്നിട്ട ആൾ മുഖ്യമന്ത്രി, പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ഒരു നിമിഷം ശ്രീ BV രാജേഷ് എന്തോ പറയാം. ഞങ്ങൾ പറയാം ഒരുപാട് കാര്യങ്ങൾ വടക്കൻ CPM അതാ പറഞ്ഞത്, സനീഷ്, ഞാൻ അതെല്ലാം കൂടെ ചർച്ച ചെയ്യാം. നമ്മൾ നമ്മൾ 4 പേരും തന്നെ കൃത്യമായി നിലവാരം പുലർത്തിയാണ് സംസാരിച്ചതെന്നാണ് എനിക്ക് പൂർണ്ണമായ വിശ്വാസം. തീർച്ചയായും അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ശ്രീ ശുക്കൂർ, താങ്കൾക്ക് തുടരാം. അദ്ദേഹം ബിജു രാധാകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാകുന്ന ആക്ഷേപം പറഞ്ഞോളൂ. ഈ ബിജു രാധാകൃഷ്ണനെ പ്രോത്സാഹിപ്പിക്കാൻ ആരോ ഉണ്ട്. കാരണം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ മുമ്പാകെ വന്നിരിക്കുന്നു. ഒരു നിമിഷം, ഞാൻ നേരത്തെ ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, നമുക്ക് മുഖ്യമന്ത്രിമാരുടെ വലിയ നിരയുണ്ടല്ലോ, അവർക്കാർക്കുമെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന് പറയാൻ ഒരു കള്ളനും കൊലപാതകയ്ക്കും ധൈര്യമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അതാവാം എന്നവർ കരുതുന്നു. ധീരതയോടുകൂടി അത് കമ്മീഷൻ പോലുള്ള സോളാർ കമ്മീഷൻ, ജുഡീഷ്യൽ കമ്മീഷൻ പോലുള്ള സംവിധാനത്തിന് മുമ്പാകെ വന്ന് പറയുന്നു. ഒരു സ്ത്രീ വന്ന് ടെലിഫോണിൽ അല്ല അദ്ദേഹം എൻ്റെ പിതൃസമാനാണെന്ന് പറയുന്നു, അത് തട്ടിപ്പുകാരി. ഇങ്ങനെ പറയാൻ മാത്രം ചുരുങ്ങിപ്പോയി നമ്മുടെ മുഖ്യമന്ത്രി. ഞാൻ പറയുന്ന ആ വ്യക്തിയല്ല, മുഖ്യമന്ത്രി പദം ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? അത് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ കൂടെ, ഈ പാർട്ടിയുടെ കൂടെ രാഷ്ട്രീയമായ വീഴ്ചയ്ക്ക് തെളിവല്ലേ ശ്രീ ശുക്കൂർ? ഇതിൽ വലിയ 5 മാസമേ ബാക്കിയുള്ളെങ്കിലും വലിയ തരത്തിലുള്ള മാറ്റമുണ്ടായാൽ മാത്രമേ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇമേജ് ബിൽഡിംഗ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇമേജ് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നെങ്കിലും പറയുമോ താങ്കൾ? ഒരിക്കലുമില്ല സനീഷ്. ഇത് ജനങ്ങൾക്കറിയാം. എത്രയോ ജനഹിതം ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോ അതിനും മ്ലേച്ഛമായ ചില കാര്യങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ശരിയാവൂല. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ജനങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അത് ഏതായാലും ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ വന്നിരിക്കുന്നു. ഏതായാലും കുറച്ചു കാലം കൂടി കാത്തിരിക്കാം. ഏതായാലും ഇത് പുറത്തു വരും, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. ശ്രീ PM മനോജ്, സത്യാവസ്ഥ പുറത്തു വരും എന്നാണ് താങ്കൾക്ക് പറയാം. എന്തോ പറയാൻ? അദ്ദേഹം പറയുന്നതിൽ നമ്മൾ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയരുത്. ഏതോ ഒരു ഗൂഢശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന അദ്ദേഹത്തിന്റെ ന്യായമായ സംശയം അത് നമ്മൾ കണക്കിലെടുക്കണം. കാരണം ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. ജയിൽ വകുപ്പ് നിയന്ത്രിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ വകുപ്പും പോലീസും വിചാരിച്ചാൽ മാത്രമേ ബിജു രാധാകൃഷ്ണനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയൂ. അത് ശുക്കൂറിനും സനീഷിനും രാജേഷിനും എനിക്കും ഒക്കെ അറിയാവുന്ന വസ്തുതയാണ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ രമേശ് ചെന്നിത്തല ഏതെങ്കിലും തരത്തിൽ ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ബിജു രാധാകൃഷ്ണൻ ഉപയോഗിക്കുന്നു എന്നൊരു സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഗൗരവത്തിൽ തന്നെ നമ്മളിത് ചർച്ച ചെയ്യേണ്ടതാണ്. ഹൃദയവുമായി നമ്മൾ എത്ര കാലം നിൽക്കും? കോടിയേരിയുടെ കാലത്ത് അങ്ങനെ നടന്നിട്ടുണ്ടോ? അല്ല ശ്രീ ശുക്കൂർ, അതല്ല. ഇതിന് മുന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഗൂഢകേന്ദ്രമുണ്ട് എന്ന് പറയുമ്പോൾ അത് VS അച്യുതാനന്ദനോ പിണറായി വിജയനോ ആകാൻ വളരെ വളരെ സാധ്യത കുറവാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഈ ഘട്ടത്തിൽ ജയിലിനകത്ത് നിന്ന് സ്വാധീനിക്കാനൊന്നും പറ്റുന്നതല്ല. ആ ഭാഗത്ത് തന്നെ വരുന്നു എന്നുള്ളതാണ്. പൊട്ടിക്കരയുകയാണ് ബിജു രാധാകൃഷ്ണൻ, പൊട്ടിക്കരയുകയാണ് പറഞ്ഞിട്ട്.
ശ്രീ മനോജിന്റെ ആരോപണത്തെ താങ്കൾ ഏതായാലും തള്ളിക്കളയുക. നമുക്ക് കാണാം, കാലം ഇത് തെളിയിക്കും. ആ ഭാഗത്തു നിന്ന് തന്നെയാണെന്ന് സംശയിച്ചോളൂ, ഒരു സംശയം വേണ്ട. പൊട്ടിക്കരയുകയാണ് പറഞ്ഞിട്ട്. ഏത് എനിക്ക് ഭാഗത്ത് മരണം നിന്നാണ്? പിണറായി വിജയന്റെയോ അച്യുതാനന്ദന്റെ ഭാഗത്തു നിന്ന് തന്നെയാണെന്ന് തന്നെ സംശയിച്ചോളൂ, ഒരു തർക്കവും വേണ്ട. അവർക്കത് സാധിക്കുകയില്ല. തുറന്നു പറയുകയാണ്. ഇപ്പോൾ സാധിക്കുക ഇപ്പോൾ ഞങ്ങൾക്ക് ഭരിക്കുന്ന ആളുകൾക്കാണ് എന്നാണ് അതെ. PM മനോജിന്റെ ആക്ഷേപം. അത് അപ്പൊ ആഭ്യന്തരമന്ത്രി നന്നായിരിക്കും. ജയിലിലെ കാര്യങ്ങളോ, അച്യുതാനന്ദനാണോ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി? ജയിലിൽ പോയ മന്ത്രിമാർ കണ്ടത് എത്രയോ സെല്ലുകൾ പ്രവർത്തിക്കുന്നു. കോൺഗ്രസിന്റെതല്ല, CPM-ന്റെ BJP-യുടെയും. ജയിലിൽ കോൺഗ്രസിന്റെ എവിടെയുണ്ട്? വളരെ നന്ദി ശ്രീ പറയണം രാജേഷ്. ഷുക്കൂർ, ശ്രീ PM മനോജ്. വളരെ നന്ദി ശ്രീ ഷുക്കൂർ, ശ്രീ PM മനോജ്, ശ്രീ VV രാജേഷ്. ഒന്ന്, ഈ വിഷയത്തിനുള്ള ഒരു വലിയ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അവിശ്വസനീയതയായിട്ടുള്ള അംശം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷവും നികൃഷ്ടവുമായിട്ടുള്ള ആക്ഷേപമുയർന്ന അല്ലെങ്കിൽ ആരോപണം വന്നൊരു ദിവസമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വലിയ തോതിൽ അത്തരം കാര്യങ്ങളിലേക്ക് ആണ്ട് പോകാതിരിക്കുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നതാണ് ഈ ചർച്ച നയിക്കുമ്പോൾ എന്നെ നയിച്ചത്. കാരണം വളരെ നന്ദി അതിഥികൾക്ക്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.